നമസ്കാരം. ഇന്ന് രാവിലെ ഒരു സമാധാനത്തിൻ്റെ വാർത്തയാണ് ആദ്യം നൽകാനുള്ളത്. ഉക്രൈൻ റഷ്യ സംഘർഷം കൃത്യം പറഞ്ഞാൽ 2014 ആരംഭിച്ചതാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം. 2022 റഷ്യ ഉക്രൈൻ അധിനിവേശം തുടങ്ങിയതോടുകൂടി രക്തസൂക്ഷിതമായ ഒരു യുദ്ധം തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ടു. ഏതാണ്ട് 10,000-ൽ പരം പേർ ഇതിനോടകം തന്നെ ഈ യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഈ 2012 ആ സമയത്ത് നമ്മുടെ മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഉക്രൈനിൽ നിന്ന് ജീവരക്ഷാർത്ഥം നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാൻ കാണിച്ച ആ ഒരു വെപ്രാളവും പരവേശവും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വീണ്ടും വീണ്ടും ആ രംഗം വഷളാകുന്ന സംഗതികളാണ് നമ്മൾ കണ്ടത്. ഉക്രൈൻ്റെ പ്രധാന നഗരമായ കീവ് അടക്കം തച്ച് തകർക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോലും വഴിമാറി പോകുമോ എന്ന തരത്തിൽ ഉക്രൈൻ റഷ്യയിൽ നടത്തിയ രഹസ്യ ഓപ്പറേഷൻ, അതിന് പ്രതികാരമായി റഷ്യ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിക്ക് മുതിരുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചു. ഏതായാലും ഇപ്പോൾ ആ അഭ്യൂഹങ്ങളും ആ ആശങ്കകളും ഇപ്പോൾ ഏതാണ്ട് പരിഹാരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ഉക്രൈൻ റഷ്യ സംഘർഷത്തിൽ അതിൽ ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ മധ്യസ്ഥ വഹിക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നു. പലവട്ടം പുടിനുമായി ഫോൺ വഴി അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷേ പുടിൻ ഒരു കാരണവശാലും വഴങ്ങുന്നില്ലായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഉക്രൈന് വേണ്ട സാമ്പത്തികവും സൈനിക ശേഷിയും ആയുധങ്ങളുമൊക്കെ സ്പോൺസർ ചെയ്യുന്നത് അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായ നാറ്റോ രാഷ്ട്രങ്ങളുമൊക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും അമേരിക്ക തന്നെയാണ് ഇവിടെയും ഒരു മധ്യസ്ഥൻ്റെ റോൾ വഹിക്കുന്നതും. പലതവണ പുടിനെ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും പുടിൻ വഴങ്ങിയിരുന്നില്ല. കടുത്ത നിലപാടാണ് പുടിൻ കൈക്കൊണ്ടത്. പുടിൻ്റെ നിലപാട് പ്രകാരം ഏതാണ്ട് റഷ്യയുടെ ഏതാണ്ട് ഉക്രൈൻ്റെ 2/3 ഭാഗം റഷ്യയ്ക്ക് വേണം എന്നുള്ളതാണ് പുടിൻ്റെ നിലപാട്. കൃത്യമായി പറഞ്ഞാൽ കിഴക്കൻ പ്രവിശ്യകളായ ലുഹാൻസ്ക്, ഡോണറ്റ്സ്, സൗപ്പറീഷ്യ, ഖെർസൺ ഈ 4 പ്രവിശ്യകളും 2014 റഷ്യ കൈവശപ്പെടുത്തിയ ക്രിമിയ എന്ന് പറയുന്ന ആ തീരദേശ പ്രവിശ്യയും അടക്കമുള്ള 5 മേഖലകൾ റഷ്യയ്ക്ക് പൂർണ്ണ അധികാരം വേണം, പൂർണ്ണമായി റഷ്യയ്ക്ക് കൈമാറണം എന്നുള്ളതാണ് പുടിൻ്റെ നിലപാട്. അതിന് കൃത്യമായ കാരണമുണ്ട്. ഈ ഉക്രൈനും റഷ്യയും രണ്ടും 2 രാഷ്ട്രങ്ങളായിട്ട് നിലകൊള്ളുന്നെങ്കിലും 2 രാഷ്ട്രങ്ങളിലെയും ജനങ്ങൾ ഏതാണ്ട് ഒരേ വിഭാഗത്തിൽ പെടുന്നവരാണ്. അതായത് ഉക്രൈനിൽ റഷ്യക്കാരുമുണ്ട്, റഷ്യയിൽ ഉക്രൈൻകാരുമുണ്ട്. പക്ഷേ റഷ്യ ഈ അവകാശപ്പെടുന്ന ഈ മേഖലകളിൽ റഷ്യൻ സ്വാധീനമുള്ളവർ അല്ലെങ്കിൽ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവർ വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, അവിടെ ഭൂപ്രകൃതിപരമായും റഷ്യയുമായി ഇണങ്ങി നിൽക്കുന്ന പ്രദേശമാണ്. തന്ത്രപരമായും അത് റഷ്യയ്ക്ക് പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം റഷ്യയുടെ അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് നേരത്തെ പറഞ്ഞ ലുഹാൻസ്കും ഡോണറ്റ്സും സോപ്പറീഷ്യയും ഖേഴ്സണും പ്രവിശ്യകൾ. ആദ്യം കൈയടക്കിയ 2014 കൈയടക്കിയ ക്രിമിയ എന്ന് പറയുന്നത് ഒരു തീരദേശ പ്രദേശമാണ്. അതിന് റഷ്യ കൈയടക്കാനുള്ള പ്രധാന കാരണം ഈ കരിങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ക്രീമിയ. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഈ കയറ്റുമതി ഇറക്കുമതികൾ സുഗമമാക്കണമെങ്കിലും അതേപോലെ സേനാ വിന്യാസമൊക്കെ സുഗമമാക്കണമെങ്കിലും ഈ തരത്തിൽ ഒരു തീരദേശ പ്രദേശം അവരുടെ കൈവശം ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഉക്രൈൻ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ കൂടെ ചേരുന്നു എന്നുള്ള ഒരു പ്രചരണം തുടങ്ങി അതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ റഷ്യയ്ക്ക് അവരുടെ സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ തീരദേശ പ്രദേശം അവരുടെ കൈവശം ഇരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് 2014 ആദ്യം തന്നെ ക്രിമിയ റഷ്യ കൈവശപ്പെടുത്തിയത്. ക്രിമിയയിലുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ റഷ്യയെ അനുകൂലിക്കുന്നവരാണെന്നുള്ളത് മറ്റൊരു വസ്തുത. ഒരു വിമത നീക്കം നേരത്തെ തന്നെ, റഷ്യൻ പിന്തുണയോടെയുള്ള വിമത നീക്കം നേരത്തെ തന്നെ അവിടെ ശക്തമായിരുന്നു. അത് സ്വാഭാവികമായും റഷ്യയുടെ പരിധിയിൽ വരികയും ഇപ്പോൾ പൂർണ്ണമായും റഷ്യയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശവുമാണ് ക്രിമിയ. ഇതുകൂടാതെ മറ്റ് 4 പ്രവിശ്യകളും കൂടി, കിഴക്കൻ മേഖലയിലെ 4 പ്രവിശ്യകൾ കൂടി കിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ളൊരു ഫോർമുലയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ മാസം തന്നെ സന്ദർശിച്ച മധ്യസ്ഥ സംഘത്തോട് വെളിപ്പെടുത്തിയത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും അതോടൊപ്പം തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയോടും ആശയവിനിമയം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്ക് പോകുന്നത് എന്നുള്ളതാണ്. വ്ളാഡിമിർ പുടിൻ ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് അമേരിക്കൻ സന്ദർശനം നടത്തുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്.
ട്രംപിൻ്റെ കഴിഞ്ഞ ടേമിൽ 2019 രണ്ട് നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നേരിട്ട് നടത്തിയിരുന്നു. അതിനുശേഷമെല്ലാം ഫോൺ സംഭാഷണങ്ങളാണ്. കഴിഞ്ഞ ബൈഡൻ ഭരണകൂടത്തിൻ്റെ കീഴിൽ 2021 രണ്ട് നേതാക്കളും അന്നത്തെ പ്രസിഡൻ്റായ ജോർജ് ബൈഡനും പുടിനുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ട്രംപിൻ്റെ രണ്ടാം ടേമിൽ ഇത് കൃത്യം പറഞ്ഞാൽ റഷ്യൻ പ്രസിഡന്റ് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. നിലവിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഒരു ഒത്തുതീർപ്പ് ഫോർമുല വന്നിരിക്കുന്നത് റഷ്യ പുതുതായി അവകാശം ഉന്നയിച്ച 4 പ്രവിശ്യകളിലും, ക്രിമിയ കൂടാതെ ലുഹാൻസ്ക്, ഡോണറ്റ്സ്, സോപ്രീഷ്യ, ഖേഴ്സൺ ഈ 4 പ്രവിശ്യകളിലാണ് റഷ്യ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ സോപ്പറീഷ്യ, ഖേഴ്സൺ എന്നീ മേഖലകൾ ഉക്രൈന് തന്നെ വിട്ടുകൊടുത്തുകൊള്ളാം എന്നുള്ളതാണ് റഷ്യയുടെ ഒത്തുതീർപ്പ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് റഷ്യൻ സേന അവിടെ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങും. പകരം ലുഹാൻസ്കും ഡോണറ്റ്സും റഷ്യയുടെ ഭൂപ്രദേശത്തോടു കൂടി കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് റഷ്യയുടെ നിലവിലെ ആവശ്യം. ഇതാണ് നിലവിലെ ഒത്തുതീർപ്പ് ഫോർമുല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. എന്നാൽ വൈറ്റ് ഹൗസ് ഈ ഒരു വാർത്ത ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഒരു പക്ഷേ ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായി ചർച്ചകൾ മുന്നോട്ട് പോയാൽ ഒരു സമാധാന സന്ധിക്ക് ഉള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇനി അറിയേണ്ടത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിലപാടാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഉക്രൈൻ്റെ വലിയൊരു ഭാഗം, കൃത്യമായി പറഞ്ഞാൽ 1/5 ഭാഗം വരുമെന്ന് പറയുന്നു. ഇത്രയും റഷ്യയ്ക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഉക്രൈൻ ഭരണാധികാരി സമ്മതം മൂളുമോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. ഏതായാലും വരുന്ന 15-ാം തീയതി അമേരിക്കയിലെ അലാസ്കയിലാണ് പുടിനും അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ 2014 രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് തുടക്കമാകുന്നത്. റഷ്യ ക്രിമിയ കൈവശപ്പെടുത്തിയ അന്നു മുതൽ. പക്ഷേ 2022 കൂടിയാണ് സായുധമായ വളരെ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകളും സമ്പൂർണ്ണമായ റഷ്യൻ അധിനിവേശവും തുടങ്ങിയത്. നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉക്രൈൻ നാറ്റോയുടെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടിയാണ് ചെറുത്തുനിൽപ്പ് നടത്തുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നാറ്റോ സഖ്യരാജ്യങ്ങളും അമേരിക്കയും നിരവധിയായ ആയുധങ്ങൾ ഉക്രൈന് നൽകിയിട്ടുണ്ട്. സാമ്പത്തിക പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം ഉക്രൈൻ നാറ്റോ സഖ്യരാജ്യത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ റഷ്യയെ പ്രതിരോധിക്കാനുള്ള സർവ്വ ആയുധങ്ങളും മറ്റു വിഭവശേഷിയും അടക്കമുള്ളവ അമേരിക്കയും സഖ്യരാജ്യങ്ങളും നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉക്രൈനുള്ളത്. പക്ഷേ റഷ്യയെ സംബന്ധിച്ച് അവർക്ക് ഒരു കാരണവശാലും ഈ ഒരു സംഗതി അംഗീകരിക്കാൻ സാധ്യമല്ല. കാരണം യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയുമായി വേർതിരിക്കുന്ന ഒരു 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ റഷ്യയ്ക്ക് അതിർത്തിയായിട്ടുള്ളത്. അതിൽ ഒന്ന് ഉക്രൈനാണ്. നിലവിൽ നാറ്റോ സഖ്യ രാജ്യങ്ങളിൽ പെടാത്ത 2 രാജ്യങ്ങൾ, ഒന്ന് ഉക്രൈനും മറ്റൊന്ന് വേറൊരു രാജ്യവുമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നാറ്റോ സഖ്യം കൈയടക്കുക അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉണ്ടാകുക, അവരുടെ നിയന്ത്രണത്തിൽ വരിക എന്ന് പറയുന്നത് റഷ്യയെ സംബന്ധിച്ച് വലിയ ഒരു സുരക്ഷാ ഭീഷണിയാണ്. ഇത് കണക്കിലെടുത്താണ് പൂർണ്ണമായും ഉക്രൈൻ്റെ ഈ ഒരു നീക്കം അംഗീകരിക്കാതെ ഉക്രൈനെ പിടിച്ചെടുക്കാൻ, ഉക്രൈനിൽ പൂർണ്ണമായ സൈനിക അധിനിവേശം നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടത്. പക്ഷേ തന്ത്രപരമായ ഒരു സമീപനമാണ് റഷ്യ സ്വീകരിച്ചത്. ഒരു കാരണവശാലും പരമാവധി സാധാരണ ജനങ്ങളുടെ ആൾനാശം ഒഴിവാക്കത്തക്ക തരത്തിൽ സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നത്. അതിൽ റഷ്യ ഏറെക്കുറെ വാടക പട്ടാളക്കാരെ, കൂലിപ്പട്ടാളക്കാരെ ഇറക്കിയാണ് യുദ്ധം നടത്തിയത് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. ഏതായാലും 2012 തുടങ്ങിയ റഷ്യൻ അധിനിവേശം കൃത്യം പറഞ്ഞാൽ ഒരു 3 വർഷങ്ങൾക്ക് ശേഷം ഒരു സമാധാന സന്ധിയിലേക്ക്, സമാധാന കരാറിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നത്തെ സമയത്ത് വളരെ നിർണായകമാണ്. കാരണം റഷ്യ യുദ്ധം തുടരുന്നത് കണക്കിലെടുത്ത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഇന്ധനം വാങ്ങുന്നത് പരിഗണിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചത്. അപ്പോൾ റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു അധിക പിഴയുടെയോ അത്തരത്തിലുള്ള അധിക ചുങ്കത്തിൻ്റെ ഒരു പ്രസക്തി നഷ്ടമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമാധാന കരാർ ഇന്ത്യയെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്.